ഹായ് ഓൾ, വെൽക്കം ടു ജിയോ മെന്റർ. ഞാൻ സൂരജ് കോടിയേരി. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സീരീസ് അല്ലെ, എല്ലാവരുടെയും പ്രിയപ്പെട്ട, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്റ്റേറ്റ് സീരീസിന്റെ 11 സ്റ്റേറ്റ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 12ാമത്തെ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ ഇൻട്രോ ഒന്നും തന്നെ ആവശ്യമില്ല. സ്റ്റേറ്റ് സീരീസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലേലിസ്റ്റിൽ സ്റ്റേറ്റ് സീരീസ് കാണുക. ഓരോ ദിവസം ഓരോ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെ 28 ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഓരോ സ്റ്റേറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോ നമുക്ക് കർണാടകയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കർണാടക നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഗോവയും മഹാരാഷ്ട്രയും വരെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ കർണാടകയിലേക്ക് ഞാൻ പോവാണ്. കർണാടകയിൽ നമ്മൾ അതിർത്തികൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിലെ തലസ്ഥാനം ഏതാണ്, കർണാടകയുടെ മറ്റ് നഗരങ്ങൾ ഏതൊക്കെയാണ്, പിന്നീട് നദികൾ, തടാകങ്ങൾ, പർവ്വതങ്ങൾ, സംരക്ഷിത മേഖലകൾ എന്ന് വെച്ചാൽ ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം, കടുവാ സങ്കേതങ്ങൾ തുടങ്ങിയവ, ബയോസ്ഫിയർ റിസർവ് തുടങ്ങിയവ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് കർണാടകയിൽ ഉണ്ടെങ്കിൽ, ലൈക്ക് നമ്മുടെ ചുരങ്ങളോ തുറമുഖങ്ങളോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും എയർപോർട്ടോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ജോഗ്രഫിയിൽ നമ്മൾ ഒരു PSC ആസ്പിരന്റ് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ കലാരൂപങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് കർണാടകയുടെ അതിർത്തിയിലേക്കാണ്. നമ്മൾ അതിർത്തി നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. കർണാടക നോക്കിയേ നിങ്ങള്, സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുമായിട്ട്, ഓൾമോസ്റ്റ് അല്ല, സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് കേരള അതിർത്തി ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. തെക്ക് ഭാഗം കർണാടകയുടെ കേരളമാണ്. ഇനി തെക്ക് ഭാഗത്ത് തന്നെ കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാട് അതിർത്തി കാണാം. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും തമിഴ്നാട് അതിർത്തി. അതിനുശേഷം ആന്ധ്രാപ്രദേശുമായി നമ്മുടെ കർണാടകയ്ക്ക് അതിർത്തി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെസ്, തെലങ്കാനയായിട്ടും വളരെ വ്യക്തമായിട്ട് അതിർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ. യെസ്, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയായിട്ടും കർണാടകയ്ക്ക് അതിർത്തിയുണ്ട്. അപ്പോ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളുമായിട്ട് അതിർത്തിയുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കർണാടക. നമുക്ക് മറ്റേത് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളുമായിട്ട് അതിർത്തിയുള്ള ഒരു സ്റ്റേറ്റ് അല്ലെ. സോ കർണാടകയുടെ പ്രത്യേകതയാണ് എല്ലാ തെക്കൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തിയുണ്ട്. ഇനി വടക്ക് ഭാഗത്ത് ഒരാൾ കൂടിയുണ്ട്, കഴിഞ്ഞില്ല. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റും മഹാരാഷ്ട്രയായിട്ടും കർണാടകയ്ക്ക് വളരെ വലിയൊരു അതിർത്തി നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ മാപ്പിൽ കാണാൻ പറ്റുന്നതാണ് അല്ലെ. ഇപ്പോ കഴിഞ്ഞല്ലോ, കാര്യം പിടികിട്ടിയല്ലോ, ഓക്കെ അല്ലേ. ഇനി നമ്മള് കർണാടകയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ചു പേര് അവരുടെ സജഷൻസ് നമ്മുടെ കമന്റ് ബോക്സിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വന്ന വർഷം, കലാരൂപങ്ങള്, എന്തെങ്കിലും ഡാൻസ് ഫോം, ആർട്ട് ഫോം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി, ഗവർണർ തുടങ്ങിയവ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അതുകൊണ്ട് മാത്രം കേട്ടോ, അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞേനെ. സോ നമ്മൾ ജോഗ്രഫിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കലാരൂപങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പറഞ്ഞു തീർക്കാവുന്നതാണ്. ഓക്കെ, കർണാടക എന്ന സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 തീയതിയാണ്. എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് രൂപപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കർണാടക രൂപപ്പെട്ടത്. നവംബർ 1 തീയതി 1956 എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പൊ കർണാടക സ്റ്റേറ്റ് രൂപം കൊണ്ടത്, നിലവിൽ വന്നത് 1956 നവംബർ 1 തീയതിയാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ കേരള പിറവി ദിനത്തിൽ തന്നെയാണ് കർണാടകയുടെ സ്റ്റേറ്റ് നിലവിൽ വന്ന ദിവസവും ആചരിക്കുന്നത് കർണാടക ഗവൺമെന്റ്. സോ ഈ കാര്യം മറക്കരുത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, കർണാടകയാണ്. ഇനി കർണാടകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, കർണാടകയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അല്ലെ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. കാരണം മറ്റേത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിനേക്കാളും ഗോവ, കർണാടക അല്ലെ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരളം, ഇതിൽ ഏറ്റവും വലുത് കർണാടകയാണ്. മഹാരാഷ്ട്ര ഇതിൽ വരുന്നില്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല മഹാരാഷ്ട്ര, അങ്ങനെ പറയാൻ പറ്റില്ല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട്. സോ ഈ കാര്യം മറക്കരുത്. ഇനി കർണാടകയുടെ ആദ്യത്തെ പേര് മൈസൂർ എന്നായിരുന്നു. കർണാടക എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ പേര് മൈസൂർ എന്നായിരുന്നു. പിന്നീട് 1973 ഇതിന്റെ പേര് മാറ്റി
കർണാടക എന്നാക്കിയത്. ഓക്കെ, കർണാടക എന്നാക്കിയത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് കിട്ടി. ആദ്യ നാമം എന്ന് പറയുന്നത് മൈസൂരാണ്. 1973 ഇതിനെ കർണാടക എന്നുള്ള പേരിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോ അതിർത്തി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. യെസ്, ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പല ലോജിക്കുകളോ കോഡുകളോ കഥകളൊക്കെ ഉപയോഗിക്കാം. ബേസിക്കലി നമുക്ക് പഠിക്കാൻ വേണ്ടി കോഡുകൾ ഉപയോഗിക്കാം. കോഡുകൾ നിങ്ങൾ പല ആൾക്കാരും ഉപയോഗിക്കുന്നതായിരിക്കും. കഥകൾ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. കഥ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ നമുക്കൊരു 10 വേർഡ്സ് പഠിക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 വേർഡ്സും കോർത്തിണക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു കഥ എങ്ങനെ ഉണ്ടാക്കുക. ആ കഥ എന്ത് മണ്ടത്തരം ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കുക, ഒരു ബ്ലണ്ടർ സ്റ്റോറി ഉണ്ടാക്കുക, ഓർത്തു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോ ആ 10 വാക്കുകളും ചേർത്ത് ഒരു കഥ ഉണ്ടാക്കാം. ഞാനൊരു കഥ അങ്ങോട്ട് പറയാം. ഞാൻ പറയുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കുക. ദേ ഒരു ആന. ഓക്കെ, ഒരു ആന. ആ സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കിട്ടിയ ആനയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കിട്ടിയ ആന. അപ്പൊ ആന ഇങ്ങനെ കാപ്പിത്തോട്ടത്തിലൂടെ നടന്നു പോവായിരുന്നു. ഓക്കെ, ഒരു കാപ്പിത്തോട്ടത്തിലൂടെ ഈ നെറ്റിപ്പട്ടൊക്കെ കെട്ടിയ ആന ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആന മൾബറി മരം കണ്ടു. മൾബറി മരം. ഓക്കെ, തീർച്ചയായും മൾബറി കഴിക്കാൻ തുടങ്ങിയ ആന. എങ്ങനെ മൾബറി കഴിച്ചുകൊണ്ടിരിക്കും? മൾബറി മരത്തിൽ എന്തുണ്ടാവും? മൾബറി മരത്തിന്റെ ഇലകൾ തിന്നിട്ടാണ് പട്ടുനൂൽ പുഴു ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ പട്ടുനൂൽ പുഴുവിനെ കണ്ടിട്ട് ആന ആകെ ഭയന്നു. ഓക്കെ, അങ്ങനെ ഈ പട്ടുനൂൽ പുഴുവിനെ കണ്ട് പേടിച്ച ആന നേരെ ഓടി. അവസാനം ഒരു ചന്ദന മരത്തില് ഇടിച്ച് താഴെ വീഴുകയും മരിച്ചു വീഴുകയും ചെയ്തു. ഇതൊരു ബ്ലണ്ടർ സ്റ്റോറിയാണ്. ഈ രീതിയിൽ നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടാക്കി, അല്ലെ? സ്വർണം, ആന, അല്ലെ? സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കിട്ടിയ ആന കാപ്പിത്തോട്ടത്തിൽ ഓടി പോകുമ്പോ മൾബറി കഴിക്കാൻ തുടങ്ങി. പട്ടുനൂൽ പുഴുവിനെ കണ്ട് പേടിച്ച് ഓടിയപ്പോ ചന്ദന മരത്തിന് ഇടിച്ച് വീണു. അപ്പോ ഇതിന്റെയൊക്കെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കർണാടകയാണ്. എന്താ ഇത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ആനയുള്ള സംസ്ഥാനം, കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, മൾബറി മരങ്ങളുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള സംസ്ഥാനം. എല്ലാത്തിന്റെ ആൻസർ കർണാടക തന്നെ. ഇപ്പോ ആ സ്റ്റോറി മറക്കില്ലല്ലോ. ഓക്കെ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ രീതിയിൽ പഠിക്കാൻ ഇങ്ങനെയുള്ള പല ടിപ്സുകൾ ഉണ്ട്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഇനി നമുക്ക് തിരിച്ച് കർണാടകയിലേക്ക് വരാം. ഇപ്പോ കർണാടകയുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഓക്കെ, മരിച്ചുപോയ ആനയുടെ മേളിൽ നമ്മൾ സൂര്യകാന്തി പൂ വച്ച് ആനയുടെ ഫ്യൂണറൽ ഫംഗ്ഷൻ നമ്മൾ നടത്തി. ആനയ്ക്ക് എന്താണ് അന്ത്യാഞ്ജലി നമ്മൾ സൂര്യകാന്തി പൂ വെച്ചിട്ട് നടത്തി. ഓക്കെ, സോ നമ്മുടെ കഥ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ സൂര്യകാന്തി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇനി പഠിക്കാനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്തിട്ട് പറയാവുന്നതാണ് ഒബ്വിയസ്ലി. ഇനി നമുക്ക് നേരെ നമ്മുടെ അതിർത്തി തലസ്ഥാനം ഓരോ സബ് ഹെഡിങ്സിലേക്ക് പോകാം. അതിർത്തികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മഹാരാഷ്ട്രയും അതുപോലെ മുഴുവൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുമായിട്ട് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ തമിഴ്നാട്, യെസ് നമ്മുടെ ഗോവ, അതുപോലെ കേരള. അപ്പൊ മുഴുവൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുമായിട്ടും നമ്മുടെ കർണാടകയ്ക്ക് അതിർത്തി ഉണ്ട്, അല്ലെ? സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് കിട്ടി. പ്ലസ് ആരും കൂടിയുണ്ട്? മഹാരാഷ്ട്രയും കൂടിയുണ്ട്. സെറ്റ് അല്ലേ? ഇനി നമ്മള് തലസ്ഥാനം, നഗരങ്ങൾ തുടങ്ങിയവയിലേക്ക് പോകുകയാണ്. കർണാടകയുടെ മാപ്പ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. എടാ, മാപ്പ് വെച്ച് പഠിക്കുക, എന്നാൽ മാത്രമേ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുള്ളൂ. മാപ്പിൽ വളരെ വ്യക്തമായിട്ട് ബാംഗ്ലൂര് കാണാൻ പറ്റുന്നുണ്ട്. ബാംഗ്ലൂരാണ് നമ്മുടെ കർണാടകയുടെ തലസ്ഥാനം അഥവാ ക്യാപിറ്റൽ. സോ ദിസ് ഇസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കർണാടക, ദറ്റ് ഇസ് ബംഗളൂരു. ഇപ്പൊ ബംഗളൂരു എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ. സോ മറന്നു പോകരുത്. ഇനി മറ്റ് നഗരങ്ങൾ അല്ലെങ്കിൽ സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒബ്വിയസ്ലി മൈസൂർ, നമ്മളൊക്കെ ടൂറൊക്കെ പോകുന്ന മൈസൂർ. പിന്നെ മംഗലാപുരം, മംഗളൂരു, മാംഗ്ലൂർ എന്നൊക്കെ അറിയപ്പെടുന്ന മകളൂരാണ് ശരിക്കും, അല്ലെ? മകളുടെ ഊര് എന്ന് വെച്ചാൽ രാജാവിന്റെ കൊച്ചുമകളുടെ ഊര് എന്നാണ് അർത്ഥം. ഇനി ദാവൺഗരെ, ഹുബാളി, ബെൽഗാം, അതുപോലെ കാലബുർഗിയും ബെൽഗാമും ഹുബാളിയും ദാവൺഗരെയും ബാംഗ്ലൂരും മാംഗ്ലൂരും ആണ് നമ്മുടെ കർണാടകയുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഓക്കെ, അപ്പൊ ബെൽഗാം എന്നൊക്കെ ബെൽഗാം സെഷൻ, അല്ലെ? നിങ്ങൾ ഹിസ്റ്ററിയിൽ ബെൽഗാം സെഷനിൽ ഗാന്ധിജി ആയിരുന്നു ബെൽഗാം സെഷനിൽ
നമ്മുടെ INCയുടെ പ്രസിഡന്റ് എന്ന് പഠിച്ചിട്ടില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു. ബെൽഗാം സെഷന്റെ പ്രസിഡന്റ് ഗാന്ധിജി ആയിരുന്നു. നേതൃത്വം വഹിച്ചത് ഗാന്ധിജി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ബെൽഗാം, ഹുബാലി, ദാവൺഗെരെ, കൽബുർഗി എല്ലാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ആദ്യത്തെ നമ്മുടെ സിറ്റി ആയിട്ടുള്ള ബാംഗ്ലൂരിലേക്ക് പോകാം. അപ്പൊ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതവിടെ പറയുന്നതാണ്. ആദ്യം തന്നെ ബാംഗ്ലൂരാണ് നമ്മുടെ കർണാടകയുടെ ക്യാപിറ്റൽ. കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ഇനി കർണാടകയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതും ബാംഗ്ലൂരാണ്. കേരളം പോലെയല്ല. കേരളത്തിന്റെ ഹൈക്കോടതി കൊച്ചിയിലും കേരളത്തിന്റെ തലസ്ഥാനം ട്രിവാൻഡ്രമാണ്. അതേപോലെയല്ല, ബാംഗ്ലൂരു തന്നെയാണ് ക്യാപിറ്റൽ സിറ്റിയും അതുപോലെ ഹൈക്കോർട്ടും സ്ഥിതി ചെയ്യുന്നത്. ഇനി ബാംഗ്ലൂർ അറിയപ്പെടുന്നത് ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നാണ് നമ്മുടെ ബാംഗ്ലൂരു അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം അഥവാ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്, മറക്കരുത്. ഓക്കെ, ഇനി അടുത്തത് ഒരുപാട് ഗാർഡൻസ്, ഒരുപാട് പൂന്തോട്ടങ്ങൾ, ലാൽബാഗ്, കബ്ബൻ പാർക്ക്, ഇങ്ങനെയൊക്കെ ഒരുപാട് പൂന്തോട്ടങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇനി അടുത്തത് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ ബാംഗ്ലൂരാണ്. സിലിക്കൺ വാലി. ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്നതും ബാംഗ്ലൂരാണ്. ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. സിലിക്കൺ വാലി അറിയാലോ, നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ അല്ലെ, US-ലുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് സിലിക്കൺ വാലി. അതേപോലെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരമായതുകൊണ്ടാണ് ഇതിനെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇനി പെൻഷനേഴ്സ് സിറ്റി എന്നറിയപ്പെടുന്നത് നമ്മുടെ ബാംഗ്ലൂർ തന്നെയാണ്. പെൻഷൻ ആയ ആൾക്കാരുടെ അല്ലെ, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെൻഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് താമസിക്കുന്നു. വളരെ സുഖമായിട്ട് താമസിക്കുന്ന ഒരു സിറ്റി ആയതുകൊണ്ടായിരിക്കണം ഇതിനെ പെൻഷനേഴ്സ് സിറ്റി എന്ന് വിളിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ തിരുവനന്തപുരമൊക്കെ പോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഒരുപാട് സിവിൽ സർവൻസും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ വിധാൻ സൗദ എന്ന് വെച്ചാൽ നിയമസഭയും സെക്രട്ടേറിയറ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി തന്നെ, കർണാടകയുടെ ബാംഗ്ലൂർ സിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഒരുപാട് പെൻഷനേഴ്സ് ഇവിടെ ഉണ്ടാവാം. അതുകൊണ്ടാണ് പെൻഷനേഴ്സ് സിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടത് ബാംഗ്ലൂരു നഗരത്തിന്റെ ശില്പി എന്ന് പറയുന്നത് കെമ്പേഗൌഡയാണ്. ഓക്കെ, കെമ്പേഗൌഡയാണ് ബാംഗ്ലൂരു നഗരത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. തീർച്ചയായും അതുകൊണ്ടാണ് നമ്മുടെ ബാംഗ്ലൂരു നഗരത്തിന്റെ, അതായത് ബാംഗ്ലൂരുവിന്റെ എയർപോർട്ടിന്റെ പേര് കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് നമ്മുടെ ബാംഗ്ലൂരു എയർപോർട്ടിന്റെ പേര്. അപ്പോ മറക്കരുത്, ആ ഒരു ശില്പിയുടെ പേര് കെമ്പേഗൌഡ എന്നാണ്. അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, അവിടുത്തെ റൂളർ ആയിരുന്നു. അപ്പോ അതുകൊണ്ടാണ് കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് ഇവിടുത്തെ എയർപോർട്ടിനെ വിളിക്കുന്ന പേര്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എയർപോർട്ടും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ, ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോലീസ് സ്റ്റേഷൻ വന്നത് നമ്മുടെ ബാംഗ്ലൂരിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ സാർക്ക് സമ്മിറ്റ് അഥവാ സാർക്ക് ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട്, സാർക്ക് രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നത് ആദ്യമായിട്ട് ബാംഗ്ലൂരിലാണ്. ഇക്കാര്യം മറക്കരുത്. ആദ്യത്തെ ഇലക്ട്രിക് ബസ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് വന്നത് നമ്മുടെ കർണാടകയിലെ ബാംഗ്ലൂരിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയുടെ ആൻസറും നമ്മുടെ ബാംഗ്ലൂരാണ്. ഈ കാര്യം മറക്കരുത്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ബാംഗ്ലൂരാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ബാംഗ്ലൂർ അറിയപ്പെടുന്നത് തന്നെ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. പൂന്തോട്ട നഗരം, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വെർട്ടിക്കൽ ഗാർഡൻ പോലുള്ള ഒരുപാട് ഗാർഡൻസ് നമ്മുടെ കർണാടകയില് ബാംഗ്ലൂരിൽ കാണാൻ പറ്റും. ഇനി ഞാനിവിടെ പൂന്തോട്ട നഗരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പൂന്തോട്ടങ്ങളുടെ പേര് ഇവിടെ തന്നെ എഴുതാം. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഒന്നാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള, ബാംഗ്ലൂരിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലാൽബാഗ് പാർക്ക്. ഓക്കെ,
ലാൽബാഗ് പാർക്ക് ആൻഡ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ ബാംഗ്ലൂരിലാണ്. അതേപോലെ കബ്ബൺ പാർക്ക് ബാംഗ്ലൂരിൽ പോയവർക്ക് അറിയാം, വളരെ പ്രധാനപ്പെട്ട രണ്ട് പച്ചപ്പ്, അതായത് ഒരുപാട് ഗ്രീൻ ഒരു അയാസിസ് ആണ് ബാംഗ്ലൂരിലെ രണ്ട് സ്ഥലങ്ങൾ, ലാൽബാഗും അതുപോലെ കബ്ബൺ പാർക്കും. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളും ഒരു കാരണവശാലും മറക്കരുത്, എക്സാമിന് ചോദിക്കും. ഇനി ഏറ്റവും അവസാനം ബാംഗ്ലൂരിൽ നമുക്കൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. അതാണ് നമ്മുടെ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം. ഓക്കെ, അപ്പോ ബാംഗ്ലൂരിലാണ് നമ്മുടെ ഇന്ത്യയുടെയും മറ്റും ഒരുപാട് നാഷണൽ ഇന്റർനാഷണൽ മാച്ചുകൾക്ക് വേദിയായിട്ടുള്ള ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം മറക്കരുത്. ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം ബാംഗ്ലൂരിലാണ്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സിറ്റി, യെസ്, വൺ മോർ തിങ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മ വന്നു. നമ്മൾ ISROയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള അന്തരീക്ഷ ഭവനും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഓക്കെ, അന്തരീക്ഷ ഭവൻ എന്നറിയപ്പെടുന്ന ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള അന്തരീക്ഷ ഭവൻ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ബാംഗ്ലൂരിലാണ്. ഈ ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേരാണ് അന്തരീക്ഷ ഭവൻ. ഓക്കെ, അപ്പൊ ബാംഗ്ലൂരിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ച? ക്യാപിറ്റൽ ആണ്, ഹൈക്കോടതി ഇവിടെയാണ്, ഇന്ത്യയുടെ പൂന്തോട്ടം നഗരമാണ്, കബ്ബൻ പാർക്കും ലാൽബാഗ് ഗാർഡൻ ഒക്കെ എക്സാമ്പിൾ ആണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്, കാരണം ഇലക്ട്രോണിക് സിറ്റി ഇവിടെയാണ്. പെൻഷനർ സിറ്റിയും ഇത് തന്നെയാണ്. ശില്പി കെമ്പേഗൌഡയാണ്, അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേര് കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോലീസ്, സാർക്ക് സമ്മിറ്റ്, ഇലക്ട്രിക് ബസ്, വൈദ്യുതീകരിച്ച നഗരം, വെർട്ടിക്കൽ ഗാർഡൻ എന്നിവ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വന്നതും ബാംഗ്ലൂരിലാണ്. ഇനി ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരിലാണ്. എയർ ഷോ ഒക്കെ നടക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ അന്തരീക്ഷ ഭവനത്തിനടുത്തുള്ള എയർ ഫീൽഡിലാണ്. ഓക്കെ, ബാംഗ്ലൂരിൽ. സോ മറക്കരുത്. ഇനി മൈസൂർ. ഇനി കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നഗരമായ മൈസൂർ. ആക്ച്വലി മൈസൂർ അറിയപ്പെടുന്നത് കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ്. ഒരുപാട് സംസ്കാരങ്ങൾ ഉറങ്ങുന്ന, അല്ലെ, ഒരുപാട് സംസ്കാരങ്ങൾ ഉറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈസൂർ എന്താണ് വാഡയാർ ഡൈനസ്റ്റിയുടെയും അതുപോലെ ടിപ്പു സുൽത്താന്റെ ഒക്കെ ഒരുപാട് ചരിത്രവും സംസ്കാരവും ഒക്കെ ഉറങ്ങുന്ന ഒരു സിറ്റിയാണ് മൈസൂർ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം മൈസൂരാണ്. ഇനി ഇന്ത്യയുടെ ചന്ദന നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ചന്ദന നഗരം അഥവാ സാൻഡൽ സിറ്റി ഓഫ് ഇന്ത്യ. ഇത് ഓർത്തു വെക്കാൻ വളരെ സിമ്പിൾ ആണ്. ആദ്യം തന്നെ നമ്മുടെ ആനയുടെ കഥയിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ ഉള്ളത് കർണാടകയാണെന്ന് പഠിച്ചു. അപ്പൊ സാൻഡൽ സിറ്റി ഓഫ് ഇന്ത്യ ഏതായിരിക്കും? കർണാടകയിലെ ഏതെങ്കിലും ഒരു സിറ്റി ആയിരിക്കൂലേ? ബാംഗ്ലൂർ അത്ര സാൻഡൽ സിറ്റി ഒന്നും പറയാനില്ല, കുറെ പൊല്യൂട്ടഡ് ഒക്കെയാണ്. ബട്ട് മൈസൂർ ഇസ് ദ സാൻഡൽ സിറ്റി ഓഫ് ഇന്ത്യ, മറക്കരുത്. ഇനി അടുത്തത് സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു കാരണവശാലും മറക്കരുത്. CFTRAയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മൈസൂരാണ്. ഇനി ബൃന്ദാവൻ ഗാർഡൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൈസൂരാണ്. ഒരു കാരണവശാലും മറക്കരുത് ബൃന്ദാവൻ ഗാർഡൻ. ഈ ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് KRS ഡാം അഥവാ കൃഷ്ണരാജ സാഗർ ഡാമിന് തൊട്ട് സമീപമാണ്. കൃഷ്ണരാജ സാഗർ ഡാം. ഈ കൃഷ്ണരാജ സാഗർ ഡാം ആണ് KRS ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് മൈസൂരാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂര് കൃഷ്ണരാജ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിക്ക് കുറുകെയാണ്. ഓക്കെ, കാവേരി നദിക്ക് കുറുകെയാണ്. അപ്പൊ ഈ കാവേരി നദിയുടെ കരയിലായിട്ടുള്ള ഗാർഡനെയാണ് നമ്മൾ എന്താണ് ബൃന്ദാവൻ ഗാർഡൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ മൈസൂരിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ? കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്, ചന്ദന നഗരം അഥവാ സാൻഡൽ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. CFTRA സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. CFTRA സ്ഥിതി ചെയ്യുന്ന മൈസൂരാണ് എന്ന് വെച്ചാൽ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്, മറക്കരുത്. അതായത് ഫുഡ് ടെക്നോളജി റിസർച്ച്, ന്യൂട്രീഷണസ് ഫുഡിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന CFTRA സ്ഥിതി ചെയ്യുന്നത്. ഇനി ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും മൈസൂരാണ്, ഇക്കാര്യം മറക്കരുത്. ഇനി അടുത്തത് മംഗലാപുരം. അപ്പൊ ഈ സിറ്റി കൂടി നമ്മൾ വ്യക്തമായിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതുണ്ട് നമ്മുടെ കർണാടക പഠിക്കുമ്പോൾ. കാരണം മംഗലാപുരം സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ നേത്രാവതി നദിയുടെ കരയിലാണ്. ഓക്കെ, അപ്പോ നേത്രാവതി നദിക്കരയിലാണ് നമ്മുടെ മംഗലാപുരം എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞാൽ
കാസർഗോഡ് നമ്മൾ ട്രെയിനിലൊക്കെ മംഗലാപുരം പോകുമ്പോൾ കാസർഗോഡ് കഴിഞ്ഞാൽ ഒരു വലിയ നദി കടന്ന ഉടനെ നമ്മൾ മംഗലാപുരം സിറ്റിയിലെത്തും. ആ വലിയ നദിയാണ് നേത്രാവതി. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം നമുക്ക് എഴുതാം. മംഗളൂർ പോർട്ട്. മംഗളൂർ പോർട്ട് കർണാടകയുടെ മേജർ പോർട്ട് ആയിട്ടുള്ള, ഇന്ത്യയുടെ മേജർ പോർട്ട് ആയിട്ടുള്ള, നമുക്ക് 13 മേജർ പോർട്ടുകൾ ഉണ്ടല്ലേ, അതിൽ ഒരു പോർട്ട് ആയിട്ടുള്ള മംഗലാപുരം പോർട്ട് അഥവാ മംഗളൂർ പോർട്ട്, ന്യൂ മംഗളൂർ പോർട്ട് എന്നാണ് ഇതിന്റെ പുതിയ പേര്. ന്യൂ മംഗളൂർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്താണ്. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, അപ്പോ മംഗലാപുരത്തിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാപ്പില് നമ്മുടെ സാധാരണ നമ്മൾ സ്റ്റേറ്റ് സീരീസിൽ ചെയ്യുന്നത് പോലെ ഇതും നമ്മൾ കഴിഞ്ഞു, ഇനി ഇതും കഴിഞ്ഞു. ഇനി നമുക്ക് നദികൾ, തടാകങ്ങൾ, പർവ്വതങ്ങൾ, സംരക്ഷിത വനങ്ങൾ തുടങ്ങിയവ മാപ്പിൽ തന്നെ കണ്ട് പഠിക്കാം. അപ്പൊ ആദ്യം ഞാൻ പോകുന്നത് നദികളിലേക്കാണ്. നദികൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാവേരി മെൻഷൻ ചെയ്തു, എവിടെ? KRS ഡാം പറഞ്ഞപ്പോ. ഇനി രണ്ടാമത്തത് നേത്രാവതി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. കാരണം നേത്രാവതിയുടെ കരയിലാണ് ആര്? മംഗലാപുരം. സെറ്റ് അല്ലേ? അപ്പൊ ബാക്കിയുള്ള നദികൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. തീർച്ചയായും കേരളത്തിൽ നിന്ന് ഒഴുകി പോകുന്ന കബനി നദി അല്ലെ? കേരളത്തിൽ നിന്ന് ഒഴുകി പോകുന്ന കബനി നദി കർണാടകയിലൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പൊ നമുക്ക് കബനി എന്ന് പറയുന്നത്, കബിനി അല്ലെങ്കിൽ കബനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇതല്ലാതെ കാവേരിയുടെ പോഷക നദികളായ ഹേമാവതി അതുപോലെ അർക്കാവതി, അതുപോലെ അർക്കാവതി, രണ്ട് നദികൾ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ഹേമാവതിയും അതുപോലെ അർക്കാവതിയും, ഇത് രണ്ടും മനസ്സിലാക്കുക. ഈ അർക്കാവതി എന്ന് പറഞ്ഞിട്ടുള്ള നദിയിൽ നിന്നുള്ള വെള്ളമാണ് ആക്ച്വലി നമ്മൾ ബംഗളൂരു നഗരത്തിന് ഈ പറഞ്ഞ ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം എത്തിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇത് ഒരു കാരണവശാലും മറക്കരുത്. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ അർക്കാവതി നദിയിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, സോ അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. യെസ്, ബാക്കിയുള്ള നദികൾ, കൃഷ്ണ ഇവിടെ ഒഴുകുന്നത് കാണാം. കൃഷ്ണയുടെ പോഷക നദിയായ ഭീമയും തുംഗഭദ്രയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഘട്ടപ്രഭ, മാൽപ്രഭ തുടങ്ങിയവ നദികളും ഇവിടെ കാണാം. തുംഗഭദ്ര ഇവിടെ ഒഴുകുന്നതായിട്ട് കാണാം. അപ്പൊ നമുക്ക് ആ നദികളൊക്കെ ഇവിടെ അങ്ങ് എഴുതി വെക്കാം. തുംഗഭദ്ര അതുപോലെ ഭീമ ഇത് രണ്ടും തന്നെ ആരുടെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ്. അപ്പോ നദികളെല്ലാം തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കൃഷ്ണ ഇവിടെ ഒഴുകുന്നുണ്ട്. കൃഷ്ണയുടെ പോഷക നദിയായ ഭീമയും നമ്മൾ കണ്ടു, തുംഗഭദ്രയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ നമ്മൾ കൃഷ്ണയുടെ പോഷക നദിയായ മാൽപ്രഭയും ഘട്ടപ്രഭയും കണ്ടു. ഓക്കെ, അതും നമുക്ക് ഇവിടെ എഴുതാം. മാൽപ്രഭ അതുപോലെ ഘട്ടപ്രഭ. ഓക്കെ, സോ കർണാടകയിലെ എല്ലാ നദികളും, ഇതൊക്കെ നമ്മൾ കൃഷ്ണ നദി നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് കേൾക്കുന്ന നദികളാണ്, മറക്കരുത്. സോ പിടികിട്ടിയല്ലോ. അപ്പൊ നദികള് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാവേരി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണയുടെ പോഷക നദികളായിട്ടുള്ള തുംഗഭദ്ര, ഭീമ, മാൽപ്രഭ, ഘട്ടപ്രഭ പറഞ്ഞിട്ടുണ്ട്. ഹേമാവതി നദിയും കാവേരിയുടെ പോഷക നദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേത്രാവതി നമ്മൾ കണ്ടു, കബനി നമ്മൾ കണ്ടു, ബാംഗ്ലൂരിനെ കുടിവെള്ളം എത്തിക്കുന്ന അർക്കാവതിയും നമ്മൾ കണ്ടു. ഇനി ഒരു നദി കൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ശരാവതി. ഈ ശരാവതി വളരെ ഫേമസ് ആണ്. ശരാവതി ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതാണ് ജോഗ് ഫോൾസ്. ഓക്കെ, ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജെർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ജോഗ് ഫോൾസ് ശരാവതി നദിയാണ് ഉണ്ടാക്കുന്നത്. കർണാടകയിലെ ഷിമോഗയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ഇനി അപ്പോ നദികളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നദികളെല്ലാം മാപ്പിൽ തന്നെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പർവ്വതത്തിലേക്ക് പോകാം, തടാകങ്ങളിലേക്ക് പോകാം. തടാകങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ കാര്യമായ വലിയ തടാകങ്ങളൊന്നും തന്നെ നമുക്ക് കർണാടകയിൽ കാണാൻ പറ്റില്ല. ഒന്ന് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ കൃഷ്ണരാജസാഗർ റിസർവോയർ, ഇത് തടാകം, നാച്ചുറൽ ആയിട്ട് തടാകമല്ല, ഇത് ഡാമിന്റെ റിസർവോയർ ആണ്. അതെ, കൃഷ്ണരാജസാഗർ എന്താണ് തടാകം സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. സോ ഈ ഒരു റിസർവോയർ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ ഭദ്ര റിസർവോയർ, നമ്മുടെ തുംഗഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള നദി ഉണ്ടല്ലോ, ഇത് തുംഗയും ഭദ്രയും രണ്ട് നദികൾ ചേർന്നിട്ടാണ് തുംഗഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള നദി ഉണ്ടാകുന്നത്. സോ തുംഗയും ഭദ്രയും
ചേരുന്ന ആ ഒരു സ്ഥലത്തിന് മുമ്പായിട്ട് ഭദ്രയില് ഒരു വലിയ റിസർവോയർ ഡാം ഉണ്ട്. അതാണ് ഭദ്ര റിസർവോയർ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് റിസർവോയറുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. തുംഗഭദ്ര റിസർവോയർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റിസർവോയറും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ ബേസിക്കലി കർണാടകയിൽ കുറച്ച് ഡാമുകളുടെ റിസർവോയർ എന്നല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആവശ്യമില്ല വലിയ തടാകങ്ങളൊന്നും തന്നെ ഇല്ല. തടാകങ്ങളുണ്ട്. കേരള PSC എക്സാമിന് ആവശ്യമുള്ള വലിയ തടാകങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നേരെ പർവ്വതങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ് അല്ലെ? കർണാടകയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം ഉള്ളത് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അതായത് ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കർണാടക. ഓക്കെ, ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കർണാടക. ദേ ഞാൻ ഈ ഒരു ഇവിടെ തന്നെ ഞാനിതാ ഈ കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന അല്ലെ, ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഈ കാര്യം മറക്കരുത്. അപ്പോ അത് തന്നെയാണ് ആദ്യം തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പശ്ചിമഘട്ടത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കർണാടകയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളത് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം ദേ ഈ ഭാഗത്തായിട്ട് കാണുന്ന ചിക്കമംഗ്ലൂരിന്റെ ഒക്കെ ഈ ഭാഗത്തായിട്ട് കാണുന്ന ബാബ ബുദൻഗിരിയാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പലതവണ കേരള PSC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്, ബാബ ബുദൻഗിരി. ഈ ബാബ ബുദൻഗിരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി കാപ്പി നട്ട പ്രദേശമാണിത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി കാപ്പി നട്ട പ്രദേശം, കോഫി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ബാബ ബുദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിന്റ് ആയിരുന്നു. അദ്ദേഹം മക്ക മദീനയൊക്കെ സന്ദർശിച്ച് വരുന്ന വഴിക്ക് ഈ സന്യാസി യമനിൽ വെച്ച് 7 കാപ്പിക്കുരുക്കൾ കിട്ടി. അതുമായി ബന്ധപ്പെട്ട് നേരെ അതും കൊണ്ട് നേരെ അദ്ദേഹം കർണാടകയിലേക്ക് വരികയും ചിക്മംഗ്ലൂരിനടുത്തുള്ള മലനിരകളിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മലനിരകൾ ഇപ്പൊ അറിയപ്പെടുന്നത് ആ സന്യാസിയുടെ പേരിലാണ്. ബാബ ബുദൻഗിരി എന്നാണ് ഇതിന്റെ പേര്. ബാബ ബുദൻ എന്നായിരുന്നു ആ സന്യാസിയുടെ പേര്. സോ ഈ കാര്യം മറക്കരുത്. ഇനി ബാബ ബുദൻഗിരിയിൽ തന്നെ നമുക്ക് വളരെ വലിയ ഒരു കൊടുമുടി കാണാൻ പറ്റും. അതാണ് മുള്ളയനഗിരി. മുള്ളയനഗിരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർണാടകയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണത്. കർണാടകയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ് മുള്ളയനഗിരി. നമുക്ക് ആനമുടി എന്ന പോലെ കേരളത്തിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ആനമുടി എന്ന പോലെ കർണാടകയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയാണ് മുള്ളയനഗിരി. മറക്കരുത്, മുള്ളയനഗിരി കേട്ടോ. മുള്ളയനഗിരിയാണ്. ഞാനൊന്ന് തിരുത്തുന്നുണ്ട്, മുള്ളയനഗിരി. ഓക്കെ, മുള്ളയനഗിരി എന്ന് നമ്മൾ എഴുതും. മുള്ളയനഗിരി ഇംഗ്ലീഷിൽ എഴുതാം, മുള്ളയനഗിരി. അപ്പൊ ഈ കാര്യം മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ നേരെ ഫോറസ്റ്റിലേക്ക് പോകാം. സംരക്ഷിത മേഖല. കർണാടകയിലെ മുഴുവൻ ദേശീയോദ്യാനങ്ങൾ ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അൻഷി ദാണ്ടേലി നാഷണൽ പാർക്ക്. നമ്മൾ ടൂറിനൊക്കെ പോവാറുണ്ട്. റിവർ റാഫ്റ്റിങ്ങിനൊക്കെ നമ്മൾ അവിടെ പോവാറുണ്ട്. ഇവിടെ ഒരു ദേശീയോദ്യാനം ഉണ്ട്, ഒരുപാട് വന്യജീവികളുള്ള ദേശീയോദ്യാനമാണ് അൻഷി ദാണ്ടേലി നാഷണൽ പാർക്ക്. ഇനി കുദ്രേമുഖ് നാഷണൽ പാർക്ക്. കുദ്രേമുഖ് വളരെ ഫേമസ് ആയിട്ടുള്ള കർണാടകയിലെ ഒരു മലനിരയാണ് കുദ്രേമുഖ്. അതുകൂടി ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ. കുദ്രേമുഖ്, കുതിരയുടെ മുഖം എന്നാണ് അതിന്റെ അർത്ഥം. കുദ്രേമുഖ് കേട്ടോ, കുതിരയുടെ മുഖം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ കുദ്രേമുഖ് എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതവും സ്ഥിതി ചെയ്യുന്നത് ഈ കർണാടകയിലാണ്, മറക്കരുത്. അപ്പൊ പർവ്വതങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ കുദ്രേമുഖ് ഒരു ദേശീയോദ്യാനമാണെന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, അതായത് കേരളം കണ്ണൂർ ജില്ലയുടെ തൊട്ടപ്പുറത്തായിട്ട്, നമുക്ക് കണ്ണൂർ വയനാട് ജില്ലയുടെ തൊട്ടടുത്തായിട്ട് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് അഥവാ നാഗർഹോളി നാഷണൽ പാർക്ക് ഉണ്ട്, മറക്കരുത്. പിന്നെ നമ്മുടെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കും ഉണ്ട്. വയനാടിന് തൊട്ടപ്പുറത്ത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഉണ്ട്, ഇത് മറക്കരുത്. പിന്നെ ഏറ്റവും അവസാനത്തെ കർണാടകയുടെ നാഷണൽ പാർക്കാണ് ബണ്ണാർഘട്ട നാഷണൽ പാർക്ക്. ബണ്ണാർഘട്ടയിൽ പല ആൾക്കാരും പോയിട്ടുണ്ടാവും, കാരണം ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ബണ്ണാർഘട്ട സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. ബാംഗ്ലൂരിൽ നമ്മൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ അധികം പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ബംഗളൂരു.
ബണ്ണാർഘട്ട നാഷണൽ പാർക്ക്. സിറ്റിക്ക് അടുത്ത് തന്നെയാണ് ഈ നാഷണൽ പാർക്ക്. ഒരുപാട് ജീവികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന, പുനരധിവസിപ്പിക്കുന്ന സ്ഥലമാണ്, കരടികളെയും കടുവകളെയും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതൊരു നാഷണൽ പാർക്കാണ്. ഇപ്പോ നമ്മള് കർണാടകയിലെ മുഴുവൻ ദേശീയ ഉദ്യാനങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോ ഒന്നാമത്തത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അൻഷി ദാണ്ഡലി നാഷണൽ പാർക്ക്. ഓക്കെ, രണ്ടാമത്തത് ബന്ദിപ്പൂരാണ്. നമുക്കറിയുന്ന ബന്ദിപ്പൂർ വളരെ ഫേമസ് ആയിട്ടുള്ള ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഇനി മൂന്നാമത്തത് നാഗർഹോളയാണ്, അഥവാ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. നാഗർഹോളയുടെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി. കാരണം നാഗർഹോളയിലൂടെയാണ് കബിനി നദി ഒഴുകുന്നത്. ഓക്കെ, കബിനി നദി ഒഴുകുന്നത് നാഗർഹോളയിലൂടെയാ. സൂക്ഷിച്ചു വെച്ചോളൂ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്തത് കുദ്രേമുഖാണ്. കുദ്രേമുഖും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തത് ബണ്ണാർഘട്ടയാണ്. ബണ്ണാർഘട്ട. ഓക്കെ, ബണ്ണാർഘട്ട സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഇത്രയും നാഷണൽ പാർക്ക്, ഈ 5 നാഷണൽ പാർക്കാണ് നമുക്ക് ഇവിടെ സംരക്ഷിത വനമായിട്ട് പഠിക്കാനുള്ളത്. ഈ സംരക്ഷിത വനത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള, കേരള PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പക്ഷി സങ്കേതം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് രംഗണതിട്ടു ബേർഡ് സാങ്ച്വറി. എന്താ? രംഗണതിട്ടു പക്ഷി സങ്കേതം. രംഗണതിട്ടു പക്ഷി സങ്കേതം അഥവാ ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇതൊരു കാരണവശാലും മറക്കരുത്. ഇത് ശ്രീരംഗപട്ടണത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരംഗപട്ടണത്തിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാര്യം മറക്കരുത്. നമുക്ക് ഒരുപാട് ദേശാടന പക്ഷികൾ, ഇതാ ഈ കാണുന്ന പിക്ചറിൽ പെയിന്റഡ് സ്റ്റോർക്കാണ് കാണുന്നത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് പക്ഷികൾ വരുന്ന ഒരു ദേശാടന കേന്ദ്രം കൂടിയാണ്. ദേശാടന പക്ഷികൾ വരുന്ന ഒരു പക്ഷി സങ്കേതമാണ് രംഗണതിട്ടു. കേട്ടോ, ഒരു കാരണവശാലും മറക്കരുത്, എക്സാമിന് ചോദിക്കും. രംഗണതിട്ടു സ്ഥിതി ചെയ്യുന്നത് കർണാടക ശ്രീരംഗപട്ടണത്താണ്. ടിപ്പു സുൽത്താന്റെ ഒക്കെ കോട്ടയൊക്കെ അതിനടുത്താണ് ശ്രീരംഗപട്ടണം. ഓക്കെ, ഇനി സംരക്ഷിത വനത്തിൽ നാഗർഹോളെ ദേശീയോദ്യാനം നമ്മൾ പഠിച്ചു. കബനി നദി ഇതിലൂടെയാണ് ഒഴുകി പോകുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പേര് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ആണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി മറ്റ് പ്രത്യേകതകളിലേക്ക് പോകാം. അപ്പൊ സംരക്ഷിത വനം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് എന്തെങ്കിലും പ്രത്യേകതകൾ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കേരളത്തിലും കർണാടകയിലും തമിഴ്നാടുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഈ കാര്യം മറക്കരുത്. കേരളത്തിന്റെ മുത്തങ്ങയും കർണാടകയുടെ ബന്ദിപ്പൂരും തമിഴ്നാടിന്റെ മുതുമലയും ചേർന്നതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. മറക്കരുത്. ഓക്കെ, സോ അതും കുറച്ച് അധികം വനമേഖലകൾ ചേർന്നതാണ് നീലഗിരി. മറക്കരുത്. നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് വരെയുള്ള ഭാഗം. ഇനി നമുക്ക് കർണാടകയുടെ അവസാനത്തെ ഭാഗത്തേക്ക്, എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് കർണാടകയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യം ഒരു പോർട്ട്, വിമാനത്താവളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇവിടെ നമുക്കൊരു സീ പോർട്ട് കാണാൻ പറ്റും. ഇതാണ് കർണാടകയുടെ ന്യൂ മംഗളൂരു പോർട്ട്. ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞതാണ്, ന്യൂ മംഗളൂരു പോർട്ട്. ഇത് ഇന്ത്യയുടെ 13 മേജർ പോർട്ടുകളിൽ ഒരു മേജർ പോർട്ടാണ്. എന്താ മേജർ പോർട്ട്? മേജർ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന തുറമുഖം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട തുറമുഖം എന്നല്ല അർത്ഥം. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷന്റെ കീഴിൽ വരുന്ന, എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന, ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നമ്മുടെ പോർട്ടാണ് ഈ പറഞ്ഞ മംഗലാപുരം പോർട്ട്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഇനി വളരെ പ്രശസ്തമായിട്ടുള്ള ബദാമി കേവ്സ് അല്ലെ, നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട, ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ബദാമി കേവ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ബദാമി കേവ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലാണ്. ഇതും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, ഇനി വൺ മോർ തിങ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ ഒരു കാര്യമാണ്, അതും പറയാം. ഹംപി സ്ഥിതി ചെയ്യുന്നതും വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കൃഷ്ണരാജ രായരുടെ ഒക്കെ നമ്മുടെ വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്, വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടിരുന്ന ഹംപി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലാണ്. കർണാടകയിൽ നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞ തുംഗഭദ്ര അതുപോലെ ഭീമ എന്നീ നദികളുടെ ഇടയിലായിട്ട് അല്ലെങ്കിൽ കരയിലായിട്ടാണ് ഈ ഹംപി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തുംഗഭദ്ര മറക്കരുത്. തുംഗഭദ്രയാണ് എക്സാമിന് ആൻസർ ആയിട്ട് വരിക. ഇപ്പോ ഹംപി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ?
തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ഇത് എക്സാമിന് ചോദിക്കും. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് ലാസ്റ്റ് വൺ, ഏതാണ് ഈ കലാരൂപം? കർണാടകയിലുള്ള ഒരു കലാരൂപമാണ്, പ്രത്യേകിച്ച് തെക്കൻ കർണാടകത്തിൽ കാണപ്പെടുന്ന കാസർഗോഡ് ഭാഗത്തൊക്കെ നമുക്ക് ഇതിന്റെ പതിപ്പ് കാണാൻ പറ്റും. ഏതാണ് ഈ കലാരൂപം എന്ന് നിങ്ങൾ പറയുക. കർണാടകയില് നമ്മൾ കേരള PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അപ്പൊ ഏതാണ് ആൻസർ, എന്താണ് ആൻസർ എന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കർണാടക കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് അടുത്ത സംസ്ഥാനം തമിഴ്നാടുമായിട്ട് കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. വീൽ സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ബൈ ഓൾ ഓഫ് യു.